അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം നടക്കുകയാണ്. നിധിൻ രാജിന് നീതി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അവിടുത്തെ വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്നത്. അവരുടെ വൈറ്റ് കോട്ട് ഊരിക്കൊണ്ടാണ് അവർ പ്രതിഷേധം അറിയിച്ചത്. ഇതുവരെ നിലനിന്നിരുന്ന ഈ കൊടും ക്രൂരതകളെല്ലാം അവസാനിപ്പിക്കണം എന്ന് തന്നെയാണ് വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത്. മിഥുൻ പിള്ളയിലേക്ക് വീണ്ടും പോകുകയാണ്. മിഥുൻ, അവിടെ നമ്മളോട് പ്രതികരിച്ച ആ വിദ്യാർത്ഥിനി പറയുകയുണ്ടായി, വല്ലാത്ത വലിയ രീതിയിലാണ് അവരെ അധിക്ഷേപിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഈ പലപ്പോഴും അധ്യാപകർ മുതിർന്നിട്ടുള്ളത്. അവർക്കവിടെ പഠിപ്പിച്ചാൽ മാത്രം മതി, അല്ലാതെ അവരുടെ മറ്റ് വ്യക്തിപരമായ കാര്യങ്ങളിലൊന്നും ഇടപെടേണ്ട ആവശ്യമില്ല. എന്നാൽ പോലും മനഃപൂർവ്വമായൊരു അധിക്ഷേപം പലപ്പോഴും നടത്തുന്ന ഒരു പ്രവണത, അതൊക്കെ സഹിച്ചുകൊണ്ടായിരുന്നു ഇത്രയും നാൾ അവിടെയുള്ളവരൊക്കെ കഴിഞ്ഞത്. പക്ഷേ ഇനി അതുണ്ടാവില്ല. ശക്തമായ പ്രതിഷേധം തന്നെയാണ്. നീതി നടപ്പാക്കുക തന്നെ വേണം എന്ന് തന്നെയാണല്ലേ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത്? തീർച്ചയായും രോഹിണി, അത് തന്നെയാണ് അവർ പറയുന്നത്. കാരണം ഇനിയൊരു മൗനം ഉണ്ടായിക്കഴിഞ്ഞാൽ വീണ്ടും മറ്റൊരു ജീവൻ കൂടി പൊലിയുന്നൊരു സാഹചര്യം ഒരു പക്ഷേ ഇവിടെ ഉണ്ടായേക്കാം. അത്തരമൊരു അവസരം ഇനി ഉണ്ടാകരുത് എന്നൊരു ഒറ്റ നിലപാടിൻ്റെ പുറത്താണ് വിദ്യാർത്ഥികൾ ഒന്നടങ്കം രംഗത്ത് വന്ന് ഈ പരസ്യ പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഇത്തരം നടപടികൾ ഇനി ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാനാകില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് വിദ്യാർത്ഥികൾ ഒന്നടങ്കം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ ദന്തൽ കോളേജിലെ വിദ്യാർത്ഥികൾ മാത്രമല്ല, മറ്റ് പാരാമെഡിക്കൽ കോഴ്സുകൾ ചെയ്യുന്ന വിദ്യാർത്ഥികളടക്കം ഈ പ്രതിഷേധ സമരത്തിന് മുൻനിരയിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇവരൊക്കെ തന്നെ അവരുടെ വൈറ്റ് കോട്ട്, നമുക്കറിയാം മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തെ സംബന്ധിച്ച് അവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വൈറ്റ് കോട്ട്. ആ വൈറ്റ് കോട്ട് ഊരിക്കൊണ്ടാണ് അവർ തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ഈ അധ്യാപകനായ NK റാമിൽ നിന്ന് ഇത്തരത്തിൽ വലിയ മോശമായ അനുഭവങ്ങൾ പല വിദ്യാർത്ഥികൾക്കും ഉണ്ടായിട്ടുണ്ട്. അതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒന്നല്ല. കാരണം അധ്യാപകനെന്ന് പറഞ്ഞാൽ മികച്ച രീതിയിൽ പാഠമെടുത്ത് മടങ്ങിപ്പോയാൽ മാത്രം മതി. വിദ്യാർത്ഥികളുടെ ആയാലും വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടേണ്ട ആവശ്യമില്ല. അവരുടെ ശരീരപ്രകൃതിയെക്കുറിച്ച് ബോധപ്പെടേണ്ട ആവശ്യം, അല്ലെങ്കിൽ അവർ അത് ചിന്തിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല നടന്നിട്ടുള്ളത്. പഠിത്തത്തേക്കാൾ ഉപരി ഈ അധ്യാപകൻ കുട്ടികളുടെ നിറവും വണ്ണവും ഒക്കെ നോക്കിക്കൊണ്ട് അധിക്ഷേപിക്കുന്ന രീതിയിലൊക്കെ ഒരു പെരുമാറ്റവുമായി മുന്നോട്ട് പോവുകയായിരുന്നു. അതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നൊരു നിലപാട് തന്നെയാണ് വിദ്യാർത്ഥികൾ ഓരോരുത്തരും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പരസ്യ പ്രതിഷേധത്തിലേക്ക് പോകുന്നൊരു ഘട്ടം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ വിദ്യാർത്ഥികൾ മുഴുവൻ ഈ ഒരു ദന്തൽ കോളേജിന് മുന്നിൽ കുത്തിയിരുന്നു കൊണ്ട് പ്രതിഷേധിക്കുന്നൊരു സാഹചര്യം തന്നെയാണുള്ളത്. അതെല്ലാം റാമിനെതിരെ ശക്തമായ നടപടിയെടുത്തു എന്ന ഉറപ്പ് ലഭിക്കും വരെ ഈ ഒരു നടപടി അല്ലെങ്കിൽ ഈ ഒരു നിലപാട് തുടരാൻ തന്നെയാണ് ഇപ്പോൾ അവർ തീരുമാനിച്ചിരിക്കുന്നത്. രോഹിണി, ശരി. മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്.